ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പൊ എല്ലാവരും കീം എക്സാം ഒക്കെ കഴിഞ്ഞതിന്റെ ഒരു സന്തോഷത്തിലായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ, ടഫ് ആയിരുന്നോ, മോഡറേറ്റ് ആയിരുന്നോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. അത് കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലും കൂടെ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പൊ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എങ്ങനെയാണ് എല്ലാവരും എക്സാം എഴുതിയെന്നൊക്കെ. ഇനിയിപ്പോ നമുക്ക് എന്തായാലും റിസൾട്ട് വരുന്നത് വരെ നമുക്ക് അതിനെപ്പറ്റി വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാനില്ല, എക്സാമിനെ പറ്റി. പക്ഷെ നമ്മൾ ഇപ്പോ ആലോചിക്കേണ്ട അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടാണ് കീം എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോ നമ്മൾ കീം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏത് ബ്രാഞ്ച് വേണം ചൂസ് ചെയ്യാൻ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് ഏതൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് ആദ്യം അറിയണം അല്ലെ. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് ഇതിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ബ്രാഞ്ചുകളാണ്, ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത്, അതേപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അത് കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റിൽ ഓരോ കോളേജസിലും എത്ര റാങ്കിനാണ് ഓരോ ബ്രാഞ്ചിലും ലാസ്റ്റ് അഡ്മിഷൻ വന്നിട്ടുള്ളത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഓരോ ബ്രാഞ്ചിനെ പറ്റിയും ഇപ്പൊ ചിലർക്കൊക്കെ ഇപ്പൊ തന്നെ ഒരു ധാരണ ഉണ്ടാവും, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കണം, എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്ന് കൃത്യമായ ഒരു വിഷൻ ഉള്ളവരുണ്ടാവും. അതല്ലെങ്കിൽ ഈ ബ്രാഞ്ചുകളെ പറ്റിയൊന്നും അറിയാത്തത് കൊണ്ട് ഏത് ബ്രാഞ്ച് എടുക്കണം എന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ കൃത്യമായിട്ടും ഓരോ ബ്രാഞ്ചിനെ കുറിച്ചും അറിയാം. അപ്പൊ നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഓൾറെഡി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഇതിനെ കുറിച്ചൊക്കെ ഈ ബ്രാഞ്ചസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ജോലി സാധ്യതയുള്ളത്, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇന്ന് ഒരുപാട് പുതിയ ബ്രാഞ്ചസ് ഉണ്ട്, ഇതൊക്കെ കുറെ വർഷങ്ങളായിട്ടുള്ള ബ്രാഞ്ചുകളാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ഇന്ന് അത് കൂടാതെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകൾ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയൊക്കെയുള്ള ബ്രാഞ്ചുകളുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണം, ഏതെങ്കിലും ബ്രാഞ്ചിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ അതിന്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതിന്റെ എക്സ്പേർട്സ് അതിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഓരോ ബ്രാഞ്ചുകളെ കുറിച്ച് അറിയാം, നമുക്ക് ഏത് ബ്രാഞ്ചാണ്. അപ്പൊ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പം കോഡിങ് വേണം, അല്ലെങ്കിൽ ഒരു IT ഫീൽഡിലേക്ക് തന്നെ പോകണം എന്നുള്ളവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാ സയൻസ് പോലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള, മെഷീൻ ലേണിംഗ് പോലെയുള്ള ബ്രാഞ്ചുകൾ ചൂസ് ചെയ്യാം. അതല്ല ഇപ്പൊ നിങ്ങൾക്ക് മെക്കാനിക്കൽ ആണ് വേണ്ടത്, ഓട്ടോമൊബൈൽ ആണ് വേണ്ടത്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്, അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് തന്നെ നമ്മൾ ബ്രാഞ്ചുകൾ ചൂസ് ചെയ്യണം. പിന്നെ ഉള്ളത് നമ്മൾ ഏത് കോളേജ് വേണം എന്നുള്ളതാണ്. അത് നമ്മുടെ റാങ്കിനെ കൂടെ അനുസരിച്ചിരിക്കും. നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ല റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടും. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ എന്നിരുന്നാലും കോളേജിനെ കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ കേരളത്തിൽ ഏതൊക്കെയാണ് കോളേജുകൾ ഉള്ളത്, അതിലെങ്ങനെയാണ് ഓരോ കോളേജുകളുടെയും റാങ്ക് നമ്മൾ അറിയുന്നത്, അതിന്റെ ക്രൈറ്റീരിയ എന്താണ്, അതേ പറ്റിയും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കീം അഡ്മിഷൻ ആൻഡ് റിലേറ്റഡ് മാറ്റേഴ്സ് നമ്മൾ ഒരു പ്ലേലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഇടാം. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യാൻ പറ്റും. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ ബ്രാഞ്ചുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഏത് ബ്രാഞ്ച് ആണ് വേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു സമയമാണിത്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു ചാനലിലൂടെ ഇനിയും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.